ഹായ്, നമസ്കാരം. അങ്ങനെ കേരളത്തിന്റെ അഭിവന്ദ്യനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ആ 179 വീടുകള് വയനാടിന് സമർപ്പിച്ചിട്ടുണ്ട്. വയനാട് ദുരന്തത്തിൽ ദുരിതമനുഭവിക്കുന്ന സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഇടതുപക്ഷം സർക്കാർ പണിത വീടുകള് ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി അവരുടെ കൈകളിൽ എത്തിച്ചു. ഹലോ, ഇതാരാന്ന് എല്ലാവർക്കും അറിയാലല്ലേ? നമ്മളെ കുവൈത്തിലെ സഖാവ് റാഫി. കളിയിൽ തോറ്റ കളിക്കാരനെ പോലെ ഉണ്ടല്ലോ മൂപ്പര മുഖന്നും. മറ്റേ എന്തേരുന്ന് ഭയങ്കര പുകിലായിരുന്നല്ല. ഞങ്ങളിതാ കൊടുക്കുന്നു, ഞങ്ങളിതാ വീട് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വയനാട് ഇങ്ങനെ 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 പിടിച്ച് കുലുക്കണ രൂപത്തിലായിരുന്നു റാഫിയൊക്കെ മുമ്പൊക്കെ. ഇപ്പൊ എന്തേ റാഫിയെ പറ്റി? അത് ലീഗ് അടിച്ചു പോയി എന്നുള്ളതായിരിക്കുമല്ലേ? ആ കപ്പ് ലീഗ് കൊണ്ടേ എന്നുള്ള വലിയ റാഫിയെ ഞങ്ങളെ നേതാവ് പറഞ്ഞു കേട്ടില്ലേ? ഞങ്ങളെ മഹാനായ സാദിഖലി ശിഹാബ് തങ്ങൾ പ്രശസ്തിക്ക് വേണ്ടിയല്ല എന്ന്. ഞങ്ങൾക്ക് പ്രശസ്തി അല്ല വലുത്, ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയ വിശ്വാസമാണ് വലുത്. അതാണ് അതിന്റെ വിജയം. മനസ്സിലായ റാഫിയെ? അതാണ് ഒരു നേതാവ് പറയേണ്ട വാക്കുകൾ. ഞങ്ങൾക്ക് അതിൽ യാതൊരു അഹങ്കാരമില്ല. ഞങ്ങളെ ബഷീർ സാഹിബ് പറഞ്ഞില്ലേ, PK ബഷീർ സാഹിബ് പറഞ്ഞില്ലേ, ഞങ്ങൾക്കിതിൽ അഹങ്കാരമില്ല എന്നുള്ളത്. ഞങ്ങൾ കൊടുക്കുന്ന വീടില്ലാത്തവർക്ക് ഞങ്ങൾ അവർക്ക് കെടുക്കാൻ, അവർക്കൊന്ന് ഇരിക്കാൻ, അവർക്കൊന്ന് ഉറങ്ങാൻ ഒരു വീട്, അത് പടച്ചോനിൽ നിന്നുള്ള കൂലി പ്രതീക്ഷിച്ച് മാത്രം, വോട്ട് പ്രതീക്ഷിച്ചല്ല, എല്ലാം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രതീക്ഷിച്ചല്ല. ഇത് എന്താണ് റാഫി പറ്റി? വലിയൊരു ഉഷാറില്ലല്ല. ഇത് പണ്ടാരോ പറഞ്ഞ മാതിരി വേൾഡ് കപ്പ്, ഫുട്ബോൾ വേൾഡ് കപ്പിൽ ലാസ്റ്റ് ഫൈനൽ വരുമ്പോൾ ആ ഫൈനലിൽ ജയിക്കുന്ന ആ ടീമിൻ്റെ ഒരു ഉഷാറുണ്ടാവും. ആ കപ്പ് കിട്ടിയാൽ അത് അവർ വളരെ സന്തോഷവും. പക്ഷെ ആ തോറ്റ ടീമിന് അത്ര ഒരു ഉഷാറുണ്ടാവില്ല. പക്ഷെ ആ തോറ്റ ടീമും അതുപോലെ തന്നെ അതിന് മുമ്പ് സെമി ഫൈനൽ കളിച്ച ജയിച്ച ഒരു ടീമുണ്ടാവും. അവർ തമ്മിലൊരു കളി ഉണ്ടാവും, അവർ തമ്മിലൊരു ഏറ്റുമുട്ടലുണ്ടാവും. അതിൽ ഒരു വിജയെ പ്രഖ്യാപിക്കും. പക്ഷെ ആ വിജയ് അത്ര വലിയ ഫൈനലിൽ ആ ജയിച്ച അവരത്ര വലിയൊരു ഉഷാറുണ്ടാവില്ല മുഖത്ത് നോക്കിയാൽ. എന്നതുപോലെ ഇപ്പൊ റാഫിന്റെ ഈ മുഖം വലിയ ഉഷാറില്ലല്ലോ റാഫിയെ. വലിയ ഉഷാറില്ലല്ല. ലീഗ് അടിച്ചു പോയി എന്നുള്ളതല്ലേ? ലീഗ് അടുപ്പിച്ചതല്ല, ദൈവം ഒന്നുണ്ട് മുകളിൽ. റാഫിയെ, ദൈവം ഒരാൾ, പടച്ചവൻ, ഞാനും നീയും വിശ്വസിക്കുന്ന ഒരു ശക്തിയുണ്ട് മുകളിൽ, എല്ലാം കാണുന്നു. അപ്പൊ എങ്ങനെ